മഴക്കെടുതി നേരിടുന്നതിൽ കുറച്ചുകൂടി കാര്യക്ഷമമായ ഇടപെടൽ സംസ്ഥാന സർക്കാരിൽ നിന്ന് ഉണ്ടാകണമായിരുന്നുവെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഒരാഴ്ചയായിട്ടും സൗജന്യ റേഷൻ നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ല. സർവകക്ഷി സംഘത്തോടുള്ള പ്രധാനമന്ത്രിയുടെ സമീപനം ശരിയായില്ലെന്നും ഉമ്മൻചാണ്ടി ന്യൂസ് 18നോട് പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടി ന്യൂസ് 18നൊപ്പം ചേരുന്നു. കേരളത്തിൽ മഴ കുറഞ്ഞെങ്കിലും കുട്ടനാട് അടക്കമുള്ള മേഖലകൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ ഈ മഴക്കെടുതി നേരിടുന്നതിൽ സംസ്ഥാന സർക്കാരിന് വീഴ്ച പറ്റിയെന്നൊരു ആരോപണം പല മേഖലകളിലും ശക്തമാണ്. ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഞാൻ ഇന്നലെ എൻ്റെ നിയോജക മണ്ഡലത്തിലെ വെള്ളം കയറിക്കിടന്ന പ്രദേശങ്ങളും അവിടുത്തെ ക്യാമ്പുകളിലും എല്ലാം പോവുകയുണ്ടായി. ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ കുറേ കൂടി ശക്തമായിട്ട് വേണ്ടതായിരുന്നു എന്ന വ്യക്തമായ അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇതിനു മുമ്പൊക്കെ വെള്ളം കയറിയ വീടുകൾക്കെല്ലാം സൗജന്യ റേഷൻ കൊടുക്കാറുണ്ട്. പക്ഷെ അത് സംബന്ധിച്ചൊരു തീരുമാനം ഈ ഒരാഴ്ചയായിട്ടും ഉണ്ടായില്ല. ഇന്നലെ ഞാൻ റവന്യൂ മന്ത്രിയെ കോണ്ടാക്ട് ചെയ്തു. തിങ്കളാഴ്ചത്തേക്ക് അത് സംബന്ധിച്ചുള്ള നടപടി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സർവകക്ഷി സംഘത്തോടൊരു അനുകൂല നിലപാടല്ല പ്രധാനമന്ത്രിയുടെ ഭാഗത്തുണ്ട് എന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പ്രതികരിച്ചു. താങ്കൾ നേരത്തെ മുഖ്യമന്ത്രിയായിരുന്നു. ഇത്തരം ഒരു അനുഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ട്? അല്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ ആ കാര്യത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞ മറുപടിയും ഒരർത്ഥത്തിൽ ശരിയല്ല. അതായത് ഫുഡ് സേഫ്റ്റി ആക്ട് പാസ്സാക്കിയത് കോൺഗ്രസ്സാണ്. അതിന് മാർക്സിസ്റ്റ് പാർട്ടി അനുകൂലിച്ചിട്ടുണ്ട്. ഫുഡ് സേഫ്റ്റി ആക്ട് അനുസരിച്ച് കേരളത്തിന് കിട്ടേണ്ട ഭക്ഷ്യധാന്യം കിട്ടുന്നുണ്ട്. ഇത് മൂന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞ കാര്യം. അത് മൂന്ന് ശരിയാ. പക്ഷേ കേരളത്തിനൊരു പശ്ചാത്തലമുണ്ട്. അത് 60കളിൽ തുടങ്ങിയതാണ് സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഉണ്ടായില്ല. സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് കേരളത്തിൽ ഉണ്ടാകുന്ന അവസരത്തിൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി കേരളത്തിന് ഉറപ്പ് നൽകി, നിങ്ങൾ നാണ്യവിളകൾ കൃഷി ചെയ്തോളൂ, നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ട ഭക്ഷ്യധാന്യം തന്നോളാം എന്ന് പറഞ്ഞിരുന്നു. ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. ഈ 60കൾ തൊട്ട് ഈ 2016 സെപ്റ്റംബർ വരെ ആ വാക്ക് കേന്ദ്ര ഗവൺമെൻറ് പാലിച്ചിട്ടുണ്ട്. ഫുഡ് സേഫ്റ്റി ആക്ട് നടപ്പിലായത് 2013 സെപ്റ്റംബറിലാണ്.